പോയതാവും. അമ്മ എവിടെ പോയാലെന്താ? ഓഫീസ് കാര്യങ്ങൾ, ബിസിനസ്, അങ്ങനെ എവിടെയെങ്കിലും പോയതാവും. ഇതങ്ങനെയല്ല. ഇനി അന്നത്തെ പോലെ താൻ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോ അമ്മ പിണങ്ങി ഇറങ്ങി പോവാനോ? ഒരിക്കലും ഇല്ല. എനിക്കെന്തോ പേടി തോന്നുക. എന്തിനാ അത്? ഒരുപക്ഷെ ജാനകി ആന്റിയുടെ അടുത്ത് പോയതാവും. നെക്സ്റ്റ് പ്ലാനിങ് അത് സംഭവിക്കാം. ആന്റിയുടെ ദേഷ്യം തീർന്നു കാണുമെന്നാ കരുതിയത്. പക്ഷെ ഒട്ടും കുറഞ്ഞിട്ടില്ല. വിഷമിക്കാതിരിക്കടോ, അമ്മയുടെ ദേഷ്യമൊക്കെ മാറും, കാര്യങ്ങൾ ശാന്തമാവും. തന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ ചേച്ചി, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല മോളെ. ഏടി ചേച്ചി, നീ പുതിയ വീട്ടിലെത്തിയിട്ട് വിളിക്കാന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്? എന്നിട്ട് വിളിച്ചോ ഇതുവരെ? അത് പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാന്ന് കരുതിയാ ഞാൻ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പ്രഭാന്റി എങ്ങനെയാ? ചേച്ചിയെ കണ്ട് ഞെട്ടിയല്ലേ? ആ, ഞെട്ടി. ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ കഴിഞ്ഞു. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ലടി. ഞാനിപ്പോ ഇവിടുത്തെ നന്ദന്റെ ഭാര്യയല്ലേ. ആശ്വാസം. അമ്മ കൂടെ കൂടെ പറയും, ഒന്ന് ദേവിമോളെ വിളിക്കടി, ദേവിമോളെ വിളിക്കടിന്ന്. അമ്മയോട് പറ, ദേവിമോക്ക് ഇവിടെ സുഖമാണെന്ന്. പ്രഭാന്റി എന്തെടുക്ക? അത് എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുക. ആണോ? ഞാനെന്നാ വൈകിട്ട് വിളിക്കാടി. അമ്മയോട് പറഞ്ഞാ മതി. ശരി ചേച്ചി. ആന്റി ഇതെവിടെ പോയതായിരിക്കും? നമസ്കാരം മേഡം. എന്നെ കാണാൻ ആരോ വന്നെന്ന് പറഞ്ഞപ്പോൾ മേഡമാണെന്ന് കരുതിയില്ല. കുറുപ്പിനെ കാണാനായിട്ട് തന്നെ വന്നതാ. എന്നെ കാണാനോ? എന്താ മേഡം? തനിക്കൊരു സമ്മാനം തരാൻ. കാശിനൊക്കെ ആവശ്യം കാണുമല്ലോ. ഇതൊരു ടോക്കൺ അഡ്വാൻസാ, 1,00,000. കാര്യം നടന്നു കഴിയുമ്പോ 10,00,000 രൂപ തരും. അല്ല മേഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. നന്ദനും ദേവികയും വിവാഹം ചെയ്തത് രജിസ്റ്ററിൽ ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ അതിനി അവിടെ ഉണ്ടാവാൻ പാടില്ല. രജിസ്റ്ററിൽ നിന്ന് അവരുടെ പേരുകൾ മാറ്റണം. വെട്ടിമാറ്റുകയോ കീറി മാറ്റുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. മേഡം, അത് ചെയ്യണം. മേഡം ഇത് പിടിക്കണം പ്ലീസ്. ഒരിക്കലും സാധിച്ചു തരാൻ പറ്റാത്ത കാര്യമാ മേഡം ആവശ്യപ്പെടുന്നത്. നടക്കില്ല മേഡം. രജിസ്റ്ററിൽ ചേർത്തത് ഇനി മാറ്റാൻ പറ്റില്ല. അവിടെ നിൽക്കടോ. തന്നോട് അപേക്ഷിക്കാൻ വന്നതല്ല ഞാൻ, ആജ്ഞാപിക്കാൻ തന്നെയാ. താനിത് നടത്തി തന്നേ പറ്റൂ. മേഡം, ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട റെക്കോർഡുകളാ. അതിലൊക്കെ തിരിമറി നടത്തിയാൽ കുഴപ്പമാവും. താനങ്ങ് വലിയ ഹരിചന്ദ്രൻ ആവുകയാണോ? പ്രഭയുടെ മുമ്പിൽ അഭിനയം വേണ്ട. അന്ന് കല്യാണ ദിവസം നന്ദന്റെ സ്ഥാനത്ത് മുരളിയെ നിർത്തിയ താനല്ലേ? ആദ്യം മുരളിയുടെയും ദേവികയുടെയും പേര് രജിസ്റ്ററിൽ ചേർത്തത് മറന്നോ? വളഞ്ഞ വഴികളെല്ലാം തനിക്കറിയാം. കള്ളത്തരം മുഴുവനും ചെയ്തു വച്ചിട്ട് സത്യവും ധർമ്മവും പ്രസംഗിക്കുന്നു. മേഡം, എന്നെ ബുദ്ധിമുട്ടിലാക്കരുത്. എന്താ
തന്റെ യജമാനൻ MLA സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണോ? തനിക്കൊരു കുഴപ്പമുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നോക്ക്, സത്യവും ധർമ്മവും നോക്കി ജീവിക്കുന്ന MLA സിദ്ധാർത്ഥനല്ല ഞാൻ. വിചാരിച്ച കാര്യം നേടാൻ ഏതറ്റം വരെയും പോവാൻ തീരുമാനിച്ചിറങ്ങിയ പ്രഭയെ എതിർത്ത് നിൽക്കാൻ തനിക്ക് പറ്റില്ല. ഞാൻ മനസ്സുകൊണ്ട് ശപഥം ചെയ്തിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നേ. കൂടെ നിന്നാൽ തനിക്ക് നല്ലത്. പക്ഷെ മേഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നന്ദ സാറിന്റെ കയ്യിലുണ്ട്. അക്കാര്യത്തിൽ തനിക്ക് പേടി വേണ്ട. എന്റെ മനസ്സ് വേദനിപ്പിച്ച ആ കടലാസ് കഷ്ണം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ആഗ്രഹിച്ച രീതിയിൽ മക്കളുടെ കല്യാണം നടന്നു കാണുക എന്നുള്ളത്. എന്റെ ആ ആഗ്രഹം ഇല്ലാതാക്കിക്കൊണ്ടാ ആ ദേവിക കയറി വന്നിരിക്കുന്നത്. അതിന് താനും ഒരു കാരണമായി. പിടിക്കണോ? 24 മണിക്കൂറിനുള്ളിൽ അമ്പലത്തിലെ രജിസ്റ്ററിൽ നിന്ന് അവരുടെ പേര് നീക്കിയിരിക്കണം. ഇല്ലെങ്കിൽ തന്റെ പേര് ഞാനങ്ങ് വെട്ടും. പൊയ്ക്കോടോ. ശാരി, എടി ശാരി, എന്താ അമ്മേ? നീ ആ ഫോണിങ് എടുത്തിട്ട് വന്നേ. ദേവിമോളെ വിളിക്കേ. എത്ര നേരായി അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാഞ്ഞിട്ട് സമാധാനം ഇല്ല. അമ്മേ, ചേച്ചിയെ ഞാനിപ്പോ വിളിച്ച് സംസാരിച്ചു. എപ്പോ? എന്നിട്ട് എനിക്ക് തരാത്ത എന്താ? ചേച്ചി അവിടെ തിരക്കില്ല. ഒരുപാടൊന്നും പറഞ്ഞില്ല, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നമ്മളോട് പറയാത്തതാണോ? ഏയ്, ചേച്ചി ഹാപ്പിയാ. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നന്ദന്റെ അമ്മ അവളോട് എന്തെങ്കിലും? പ്രഭാന്റി ആദ്യം ദേഷ്യമൊക്കെ കാണിച്ചെങ്കിലും ഇപ്പൊ ഒന്നും പറയുന്നില്ലാന്ന്. അതങ്ങനെയാ. ആദ്യം ഒരു ദേഷ്യമൊക്കെ ആർക്കായാലും ഉണ്ടാവും. എന്തായാലും ഒക്കെ അവസാനിച്ചല്ലോ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് വേണം അച്ഛനെയും കുട്ടി അവിടം വരെ ഒന്ന് പോകാൻ. എന്തിന്? അതൊക്കെ ചിലപ്പോ പ്രശ്നമാവേ. വിവാഹം കഴിഞ്ഞ ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വീട് കാണാൻ പോവാന്നൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് മതി. ചേച്ചി പറഞ്ഞിട്ട് ആദ്യം വേണ്ടത് ചേച്ചിക്ക് ശാന്തമായൊരു ജീവിതമാ. ഇപ്പൊ ചേച്ചിയുടെ സംസാരത്തില് വലിയ കുഴപ്പമൊന്നുമില്ല. ഫോൺ വിളിച്ച് പറയുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവള് വിഷമിക്കുന്നറിഞ്ഞാ നമ്മള് വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പ്രശ്നങ്ങളകത്താണല്ലോ സംഭവിക്കുന്നത്. മനസ്സിനുള്ളിൽ, പുറത്ത് നമുക്കതറിയാൻ പറ്റില്ല. സമുദ്രം പോലെയാ മനുഷ്യ മനസ്സ്, ഉൾക്കടൽ പോലെ. ചുഴിയും തിരയുമൊക്കെ അടിത്തട്ടിലായിരിക്കും, മുകൾ പരപ്പ് നിശ്ചലം. മാധവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? താൽക്കാലിക ശാന്തത കണ്ട് ഒന്നും നിശ്ചയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാ. ഈശ്വര, എല്ലാം ശാന്തമാകും. പ്രാർത്ഥനയെ രക്ഷയുള്ളൂ. പ്രാർത്ഥിക്കുക. നന്ദനും ദേവി ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞതിന് പ്രഭേന്റെ അമ്മയെ തല്ലിയെന്നോ? അമ്മയെ തല്ലാൻ അവർക്കെന്താ അവകാശം? ചന്ദ്രത്തെ ആളുകളെ തല്ലുകയോ കൊല്ലുകയോ ചെയ്തോട്ടെ, പക്ഷെ അമ്മയുടെ ദേഹത്ത് തൊടാൻ അവർക്ക് ആരാ ലൈസൻസ് കൊടുത്തേ?
മുരളേട്ടൻ വന്നേ. ഉമേ നീ വാ, നമുക്ക് പോയി ചോദിക്കാം. മുരളേട്ട വരാൻ. എന്താ നിങ്ങൾക്ക് വരാൻ പേടിയാണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അമ്മയെ തല്ലിയതിന് പകരമായി തിരിച്ച് ഞാനൊന്ന് കൊടുക്കുകയും ചെയ്യും. നീ ഒന്ന് നിക്ക്. ഇത് പിടിക്കേ, പിടിക്കടി. കൈ കൊണ്ട് വേണ്ട, വടി കൊണ്ട് തന്നെ ഒന്ന് കൊടുത്തോ. എന്താടി നോക്കി നിൽക്കുന്നത്? ചെന്നുപോയി പകരം ചോദിച്ചിട്ട് വാടി. വടി പോരെങ്കിലേ വെട്ടോത്തിയും കൂടി എടുത്തോ. ഉമേ, ഏടത്തേക്ക് വെട്ടോത്തി ഒലക്കാക്കി എടുത്ത് കൊടുക്ക്. ഇനി വേറെ എന്തെങ്കിലും മാർഗായുധം വേണോ? അതുകൂടി എടുത്തോ. എന്നിട്ട് പ്രതികാരം തീർത്തിട്ട് വരാം. പ്രഭക്കുഞ്ഞിനെ തല്ലണോ അത്രേ, അതും ഞാൻ ജീവിച്ചിരിക്കുമ്പോ? എങ്കിൽ എനിക്കതൊന്ന് കാണണല്ലോ. തല്ലണ്ട, ദേഷ്യത്തോടെ ആ ദേഹത്തെങ്ങ തൊട്ട അപ്പറിയാം ഭാർഗവി ആരാണെന്ന്. എന്റെ പ്രഭക്കുഞ്ഞ് എന്നെ തല്ലിയ അതിന് വേറെ ആരും വേദനിക്കണ്ട. ഈ കാര്യത്തിൽ ആരും എന്റെ രക്ഷകർത്താവ് കളിക്കണ്ട. പ്രഭയാന്റിയും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന നല്ലത്. പ്രഭയാന്റിക്ക് അമ്മയെ കൊല്ലാൻ പോലും അവകാശമുണ്ടെന്ന് അമ്മ പറയുന്നത്. ഞാൻ നിന്നെ വെട്ടിക്കൊല്ലാൻ പോവാണെന്ന് പ്രഭാന്റി പറഞ്ഞ, പ്രഭകുഞ്ഞെ കഴുത്തിന് ഈ ഭാഗത്ത് വെട്ടണേ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൈ വേദനിക്കും എന്ന് പറയുന്ന കക്ഷിയാ അമ്മ. അല്ല, തിരിച്ചും ആ വീട്ടിലെ അമ്മയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. നന്ദനെയും രജനി ചേച്ചിയൊക്കെ ഉപദേശിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അമ്മയ്ക്കും അവകാശമുണ്ട്. ഞാനും നന്ദനും ഒക്കെ ഇവരുടെ ഈ ബന്ധം കണ്ട് വളർന്നത്. എന്നാലും തിരിച്ച് 2 വാക്കെങ്കിലും പറയായിരുന്നു. അതെന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കൊള്ളാടി. 2 വാക്ക് പറയണം, 4 വാക്ക് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? ഗൗരിയച്ചിക്ക് ഇപ്പൊ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. അമ്മ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറ. ആ വീട്ടിൽ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്ന എന്റെ പേടി. സംഭവിച്ചതൊന്നും പ്രഭകുഞ്ഞിന് സഹിക്കാൻ പറ്റിയിട്ടില്ല. ആര് പറഞ്ഞിട്ട് കുഞ്ഞിനൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നന്ദൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തോളും. ആന്റി ഇനിയും ദേവിയെ ദ്രോഹിക്കാൻ തുടങ്ങിയാലേ നന്ദൻ അവന്റെ യഥാർത്ഥ മുഖം കാണിക്കും. എന്ത് മുഖം കാണിക്കുമെന്ന്? നമ്മളാരും കാണാത്ത ഒരുപാട് മുഖമുള്ള ആളാ പ്രഭകുഞ്ഞ്. കഴിഞ്ഞ കുറെ ദിവസമായി ആ മനസ്സ് പോഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നു മുതൽ അത് കത്താനും തുടങ്ങി. പ്രഭേന്റെ ഇത് എന്തൊരു സ്ത്രീയാ! സ്വന്തം മകനൊരു സമാധാനമുള്ള ജീവിതം കൊടുക്കില്ലാന്ന് വെച്ചാ? ദേവികമ്മോളുടെ കാര്യം ഓർക്കുമ്പോ പാവം തോന്നുക. ഞാനും ആ കൊച്ചിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാര്യം അറിയാതെ പിടിച്ച് തല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാവം, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനിയെങ്കിലും അതിനൊരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. പ്രഭകുഞ്ഞിനി എന്തൊക്കെയാണാവോ മനസ്സിൽ കണ്ടിട്ടുള്ളത്? ഞാൻ പറയുന്നത് ദേവികയോടൊരു പരാതി എഴുതി വാങ്ങണം. എന്നിട്ട് വനിതാ കമ്മീഷനിലോ സ്റ്റേഷനിലോ കൊണ്ടുപോയി കൊടുക്കണം. അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ചാനലുകാരെ വിളിച്ച് അതെല്ലാം നാട്ടുകാരെ കാണിക്കുകയും വേണം. എന്താടി നീ പറഞ്ഞത്? പ്രഭകുഞ്ഞിനെ പോലീസിനെ പിടിപ്പിക്കണമെന്നോ? അല്ലമ്മേ, ഞാൻ എന്താ മോളെ, എന്ത് പറ്റിയേ? എന്താ? അല്ലമ്മേ, ചുമച്ചപ്പോ വയറിലൊരു ബുദ്ധിമുട്ട് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല.
അല്ലല്ല, നമുക്ക് ഡോക്ടറെ കാണാം. മുരളി, നീ ഓട്ടോ എടുക്ക്, അല്ലെങ്കിൽ വേണ്ട കാറ് വിളിക്ക്. അമ്മ ഒന്നും വേണ്ട, ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോ ഓക്കെയാ. ഞാൻ ഓർക്കാതെ ഒച്ചെടുത്തപ്പോ പറ്റിയതാ അല്ലേ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാവും. മോളെ, അമ്മയോട് വിഷമൊന്നും തോന്നരുത്. ഗർഭകാലത്ത് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കേണ്ടതാ. അതിന് അമ്മ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്? വേണ്ട, മോള് കൂടുതൽ സംസാരിക്കണ്ട. മുറി പോയി ഇരുന്നോ. ഞാൻ നല്ല മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, ജ്യൂസ് ഉണ്ടാക്കി തരാം. ഉമേ, നീ കൂടെ വാടി. ചന്ദ്രോത്ത് ഇതുപോലെ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ, അതായത് ദേവിക ഒരു അമ്മയാവുന്ന സാഹചര്യം ഉണ്ടായാൽ, പ്രഭയാന്റിയുടെ മനസ്സും ഇതുപോലെയൊക്കെ തന്നെയാവും. പുലിയെപ്പോലെ നിൽക്കുന്ന ഭാർഗവി കുട്ടി ദാ മാൻകുട്ടിയായി മാറിയതുപോലെ പ്രഭയാന്റി മാറും. നേരാ. എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിരുന്നെങ്കിൽ സമാധാനം ആയേനെ. ആ വാ വാ, അതോ വാ. ചേച്ചി, ആന്റി എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ ഇപ്പൊ ആന്റിയെ കുറിച്ചൊരു അന്വേഷണം? എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഒന്ന് വിളിച്ചു നോക്ക്, എവിടെയാണെന്നൊന്ന് അന്വേഷിക്കേ. എനിക്കെന്തോ പേടി തോന്നുക. ആ, ഇയാളിങ്ങനെ പേടിക്കാതെ, അമ്മ ഇവിടെ എവിടെയെങ്കിലും പോയതാവും. ആ, എടാ നന്ദ, നിന്റെ ഭാര്യയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. അമ്മ അന്വേഷിച്ചോണ്ട് നടക്കുക. അമ്മ ജാനകി ആന്റിയോ അതുപോലുള്ള ആരുടെങ്കിലും അടുത്ത് പോയതായിരിക്കും. അതെ, അത് ഞാനും പറഞ്ഞു. എന്റെ ദേവി, ഞാനും നീയും ഇവിടെ ഉള്ളപ്പോ അമ്മ അങ്ങനെ മാറിപ്പോവില്ല. നമ്മുടെ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ടിരുന്നേ പറ്റൂ. ഇനിയിപ്പോ നീ വന്നതിന്റെ ദേഷ്യം കൊണ്ട് പോയതാണെങ്കിൽ നീ വിളക്കും കൊണ്ടുവന്ന ആ സമയത്ത് പോവായിരുന്നില്ലേ? എന്നാ ആന്റി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ച് സംസാരിക്കുക. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് വന്ന്, നന്ദു ആന്റി ഇത് അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊന്നും എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞേക്കരുത്. ചേടാ, ഇതിപ്പോ കൊച്ചു പിള്ളേരെ പോലെ ആയല്ലോ. എടാ നന്ദ, ഇവിടെ നിന്നാലേ നിന്റെ ശ്രീമതിക്ക് പേടി കൂടും. പെട്ടെന്ന് റെഡിയായിട്ട് പോകാൻ നോക്ക്. എങ്ങോട്ട്? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ കല്യാണ പെണ്ണ് ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. വേഗം പോയിക്കോ നിന്റെ വീട്ടിലേക്ക്. ചേച്ചി, ഞാൻ... അയ്യോ, അങ്ങനെയല്ല. ആദ്യം പെണ്ണും ചെക്കനും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. പിന്നെ പൂജയോ അർച്ചനയോ ചെയ്യ. എന്നിട്ട് നിന്റെ വീട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിട്ട് വാ. അത് നേരെ. നമുക്ക് പോയാലോ? പോയാലോന്നല്ല, പോണം. നീ പോയി റെഡിയാവ്, ചെല്ല്. ഒന്ന് ഉഷാറാവ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എന്തായാലും രണ്ടുപേരും കൂടി കാര്യങ്ങൾ വിജയകരമായി ഇതുവരെ എത്തിച്ചില്ലേ? ഇനി വരുന്നത് വരും പോലെ അങ്ങനെ ഉറപ്പിക്ക്. നോക്ക് ദേവികെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൂടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? നിനക്കൊരിക്കലും എന്റെ ഗതി വരാതിരിക്കാൻ. പ്രതികരിക്കേണ്ടടുത്ത് ഞാൻ പേടിച്ചു നിന്നു. എതിർക്കേണ്ട കാര്യങ്ങള് ഞാൻ അംഗീകരിച്ചു കൊടുത്തു. ശബ്ദമുയർത്തേണ്ടടുത്ത് ഊമയാവേണ്ടി വന്നു. അതിന്റെയൊക്കെ ഫലവാ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദേവികെ, ചെയ്യാനും പറയാനും ഉള്ളത് കൃത്യസമയത്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. മനസ്സിലെ പേടിയൊക്കെ എടുത്ത് ദൂരെ കള. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അമ്മയെ കണ്ടു കഴിയുമ്പോ ഈ മൂടൊക്കെ അങ്ങ് മാറും. മാറ്റണം. ഇന്നു മുതൽ സന്തോഷത്തോടെ കഴിയണം. വീട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോ
മനസ്സൊക്കെ ഒന്ന് തണുക്കും. പോയിട്ട് വാ. നമസ്കാരം മാഡം. നമസ്കാരം. എന്താ മാഡം മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? സാധാരണ വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ വരാറ്. എനിക്ക് എത്രയും പെട്ടെന്ന് ബ്രഹ്മദത്തൻ തിരുമേനിയെ ഒന്ന് കാണണം. തിരുമേനി വാരണാസിയിൽ പോയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എനിക്ക് ഉടനെ അദ്ദേഹത്തെ കണ്ടേ തീരൂ. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടു കൊടുക്കാം, ഇരട്ടി ഫീസും കൊടുക്കാം. എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇവിടെ നിന്ന് വരണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം മാഡം. സംഗതി എന്താണെന്ന് പറയൂ. എന്റെ മകന്റെ ചില കാര്യങ്ങൾ അങ്ങേക്കും അറിയാലോ. മുൻപ് തിരുമേനിയെ കാണാൻ വന്നപ്പോ സൂചിപ്പിച്ചിരുന്നല്ലോ. എന്റെ മോൻ ആ പെണ്ണിനെ പരസ്യമായി ഇപ്പൊ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഒരിക്കലും എനിക്ക് ആ ബന്ധം അംഗീകരിക്കാൻ പറ്റില്ല. അവരെ അകറ്റാൻ എല്ലാ മാർഗവും നോക്കി, ഫലിച്ചില്ല. ഇനി ദൈവങ്ങൾ തന്നെ വിചാരിക്കണം അതിനെ തിരുമേനിയെ കാണാൻ വന്നത്. അന്ന് മകന്റെ കാര്യം പറഞ്ഞപ്പോ തിരുമേനി സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ മാഡം? മകനും ആ കുട്ടിയുമായി ലക്ഷണമൊത്ത പൊരുത്തം കാണുന്നല്ലേ? ഒരു കണക്കും നോക്കാതെ അന്ന് തിരുമേനി പറഞ്ഞത് അധികം വൈകാതെ മകൻ ആ കുട്ടിയുമായി അച്ഛനമ്മമാരെ വന്ന് കാണുന്നല്ലേ? ശരിയാ. പക്ഷെ ആ ബന്ധം മുന്നോട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും പരിഹാരം ബ്രഹ്മദത്തൻ തിരുമേനി കണ്ടെത്തുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അല്ല മാഡം, മോനെയും മരുമോളെയും തമ്മിൽ അകറ്റാനാണെങ്കിൽ വലിയ തിരുമേനിയെ കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹം നേരല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല.